ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും ചർച്ചാ വിഷയമാണ് കേട്ടോ ഇറാന്റെ ആണവ പദ്ധതികൾ. സമാധാനപരമായ ആവശ്യങ്ങൾക്കായിട്ട് മാത്രമേ തങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തൂവെന്നാണ് ഇറാൻ ഇതിനെക്കുറിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. വെറും ഊർജ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന യുറേനിയത്തെ എങ്ങനെയാണ് മാരകമായ ഒരു ആയുധമാക്കി മാറ്റുന്നത്? ഇറാന് ഇത് നിർമ്മിക്കാനുള്ള ശേഷിയുണ്ടോ? സാങ്കേതികമായി ഇതിന് എത്രത്തോളം സമയമാണ് ആവശ്യമായി വരിക? പരിശോധിക്കാം വിശദമായി. യുറേനിയത്തിൽ നിന്നാണ് ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമല്ലോ. പ്രകൃതിദത്തമായി ലഭിക്കുന്ന യുറേനിയത്തിന് 2 ഐസോട്ടോപ്പുകളാണ് പ്രധാനമായും ഉള്ളത്. യുറേനിയം 238ഉം യുറേനിയം 235ഉമാണത്. ഇതിൽ ആണവ വിഘടനത്തിന് സഹായിക്കുന്നത് യുറേനിയം 235ആണ്. എന്നാൽ പ്രകൃതിദത്ത യുറേനിയത്തിൽ ഇതിന്റെ അളവ് കേവലം 0.7% മാത്രമാണ് കേട്ടോ. ഈ ശതമാനം ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് യുറേനിയം സമ്പുഷ്ടീകരണം അഥവാ യുറേനിയം എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇതിനായി സെൻട്രിഫ്യൂജുകൾ എന്നറിയപ്പെടുന്ന അതിവേഗത്തിൽ കറങ്ങുന്ന സിലിണ്ടറുകളാണ് നാം ഉപയോഗിക്കുന്നത്. സമ്പുഷ്ടീകരിക്കുന്ന യുറേനിയത്തിന്റെ അളവിനെ അടിസ്ഥാനമാക്കി ഇതിനെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കും. സാധാരണയായി സിവിൽ ആവശ്യങ്ങൾക്കായി 3 മുതൽ 5% വരെ മാത്രം സമ്പുഷ്ടീകരിച്ചാൽ മതിയാകും യുറേനിയം. എന്നാൽ മെഡിക്കൽ ആവശ്യങ്ങളിലേക്കും ശാസ്ത്രീയ ഗവേഷണങ്ങളിലേക്കും ഈ യുറേനിയം വരുമ്പോൾ 20% വരെ യുറേനിയം സമ്പുഷ്ടീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനെ ലോ എൻറിച്ച്മെന്റ് യുറേനിയം എന്നാണ് കേട്ടോ വിളിക്കുന്നത്. എന്നാൽ ഒരു ആണവായുധം അഥവാ അണുബോംബ് നിർമ്മിക്കണമെങ്കിൽ യുറേനിയം കുറഞ്ഞത് 90% സമ്പുഷ്ടീകരിക്കപ്പെട്ടിരിക്കണം. ഇതിനെയാണ് ആയുധ നിലവാരത്തിലുള്ള യുറേനിയം എന്നു നാം വിളിക്കുന്നത്. ഇറാന് ഇതിന് എത്രത്തോളം ശേഷിയുണ്ട് എന്നതല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. 2015 ആണവ കരാർ പ്രകാരം ഇറാന് 3.67% യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. എന്നാൽ 2018 അമേരിക്ക ഈ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയതോടെ ഇറാന് തങ്ങളുടെ സീമകൾ അഥവാ പരിധികൾ മറികടക്കാനുള്ള അവകാശം ലഭിച്ചു. നിലവിൽ ഇറാൻ 60% വരെ യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സാങ്കേതികമായി പറഞ്ഞാൽ 60%-ലെത്തിയ ഒരു രാജ്യത്തിന് 90%-ലേക്ക് കടക്കുക എന്നത് വളരെ എളുപ്പമായ ഒരു കാര്യമാണ്. കാരണം സമ്പുഷ്ടീകരണ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ പരിശ്രമം വേണ്ടത് പ്രാരംഭ ഘട്ടങ്ങളിലാണ് എന്നതുകൊണ്ടാണത്. ഇറാന്റെ പക്കൽ നിലവിലുള്ള 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച് ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു ബോംബിനാവശ്യമായ ഇന്ധനം തയ്യാറാക്കാൻ അവർക്ക് സാധിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. നിലവിൽ ഇറാൻ കൈവശം വെച്ചിരിക്കുന്ന 60% യുറേനിയത്തിന്റെ അളവ് ഏകദേശം 140 കിലോയിലധികം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് 3 അതിലധികമോ ബോംബുകൾക്ക് ആവശ്യമായ ഇന്ധനമായി മാറ്റുവാനും സാധിക്കും. പക്ഷേ യുറേനിയം 90% സമ്പുഷ്ടീകരിച്ചാൽ മാത്രം ഒരു ബോംബ് തയ്യാറാകില്ല കേട്ടോ. അതായത് ഇന്ധനം ഉണ്ടായത് കൊണ്ട് മാത്രം ബോംബാകില്ലെന്നു സാരം. ഇതിനെ ഒരു മിസൈലിൽ ഘടിപ്പിക്കാവുന്ന രീതിയിൽ വാർഹെഡായി മാറ്റുന്ന പ്രക്രിയയാണ് വെപ്പണൈസേഷൻ പ്രക്രിയ എന്ന് പറയുന്നത്. ഇതുകൂടി പൂർത്തിയായാൽ മാത്രമേ ഒരു ആയുധം അഥവാ ആണവായുധം നമുക്ക് നിർമ്മിക്കാൻ പറ്റൂ. അത് വളരെയധികം സങ്കീർണമായ ഒരു കാര്യമാണ്. അതായത് ഇതിന് മാസങ്ങളോ 1-2 വർഷമോ എടുത്തേക്കാം. എന്നാൽ ഇത്രയും പ്രതിസന്ധികൾക്കിടയിലും സ്വയം പര്യാപ്തത നേടിയ ഒരു രാജ്യത്തിന് ഇത് അസാധ്യമായ ഒന്നേ അല്ല.